എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു നാടൻ രീതിയിലുള്ള മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പം ഇതാദ്യം തന്നെ ഒരു കടായി വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ മുട്ട പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ആ ഉപ്പും പുളിയും എരിവൊക്കെ അതിലേക്ക് ഒന്ന് കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4-5 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ട ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് അതേ പാനിലേക്ക് തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2-3 പച്ചമുളക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് വാട്ടിയെടുക്കാം. ഇനി വേണ്ടത് ഒരു 3-4 സവാളയാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ 2 ടീസ്പൂൺ മുളക് പൊടി, അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മസാല പൗഡർ. അപ്പോൾ മല്ലിപ്പൊടി ഞാനിതിൽ ചേർക്കണില്ല കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാനതിൽ ചേർക്കണില്ല. എന്നിട്ട് കുറച്ച് ചൂട് വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ നല്ല സവാളയിലേക്ക് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി വേണം. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ട് ഞാൻ ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേന് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം അത് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ ഗ്രേവി കിടന്നിട്ട് മുട്ട ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് പിടിച്ച് വരണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മാത്രം പഞ്ചസാര, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഗ്രേവി കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിതുപോലെ പുരണ്ടിരിക്കുന്ന രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നല്ല ചൂട് അപ്പവും മുട്ട റോസ്റ്റും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാം നമുക്കിത്. അപ്പോൾ നല്ല ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.